ാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. ഓക്കെ, സന്ദീപ് ഇടപ്പാൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ഭയങ്കര സെൻസേഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ആഘോഷിക്കുകയും മറ്റൊരു കൂട്ടം യൂട്യൂബേഴ്സ് എതിർക്കുകയും ചെയ്തൊരു സാധനമാണ് സന്ദീപ് ഇടപ്പാൾ റെയർ റീൽസിൻ്റെ അറസ്റ്റ്. ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇതിനെ ആഘോഷിച്ചു, ഒരുപാട് പേര് ഇതിൻ്റെ സത്യാവസ്ഥ നോക്കി, ഒരുപാട് പേര് ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്തു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഈ സന്ദീപ് ഇടപ്പാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, പുള്ളിക്കാരൻ അയാൾ കഥ എഴുതുകയാണ് എന്നതുപോലെ സ്വന്തമായി ഒരു കഥ സൃഷ്ടിച്ചു. ഈ കഥയ്ക്കകത്ത് ജീവിച്ചിരുന്നവരുമായിട്ടോ എന്തൊക്കെയോ ചില സാമ്യങ്ങൾ വന്നു. ഈ സാമ്യങ്ങൾ അവരിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ ചില ഫോട്ടോസും തംബ്നെയിലുകളും പബ്ലിഷ് ചെയ്തു. ഈ സാധനത്തിനെ തുടർന്നിട്ടാണ് സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ് ചെയ്തത്. അവിടെ വീട്ടിൽ ചെന്നിട്ട് തൂക്കിക്കൊണ്ട് വന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ആദ്യം നമുക്ക് ഈ ഒരു വിഷയത്തിൽ വന്ന ഒരു വാർത്ത കാണാം. ആ വാർത്ത കണ്ടതിന് ശേഷം സന്ദീപ് ഇടപ്പാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ വാർത്ത കാണാം. വാർത്ത എന്ന് പറഞ്ഞാൽ സന്ദീപ് ഇടപ്പാളിനെതിരെ വന്ന കേസ്, പുള്ളിക്കാരൻ 5 പാർട്ടുകളായിട്ട് പുള്ളിക്കാരൻ ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ ജീവിച്ചിരിക്കുന്ന ചില ആളുകളുമായിട്ട് ചില സാമ്യങ്ങൾ കാണാൻ സാധിച്ചു. ആ സാമ്യങ്ങൾ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ മറ്റൊരാളെ അവഹേളിക്കുന്നു എന്ന രീതിയിലാണ് ആ ഒരു സാധനം കണ്ടപ്പോൾ ചില ആളുകൾക്ക് ഫീൽ ചെയ്തത്. അതാണ് അറസ്റ്റ്. ആ ആള് രേണു അല്ല എന്തായാലും. ഓക്കെ, ആ കേസ് ഇന്നലെ നമ്മൾ FIR ഇട്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ഇട്ടാലേ സെറ്റ് ആകത്തുള്ളൂ. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. സോഷ്യൽ മീഡിയയിൽ എന്തു വേണമെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന കാലം മാറുകയാണ്. ക്യാൻസർ ചികിത്സയിലായിരുന്ന സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുധിക്കെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യൂട്യൂബർ സന്ദീപിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. രേണു സുധിക്കെതിരെ ആരോപണം ഉന്നയിച്ച സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ചാനലിൽ വരുന്ന മംഗലം TV ബേസിക് ഒരു എൻക്വയറി നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എന്തിനാണ് അറസ്റ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. നിലവിൽ രേണു സുധിക്ക് വയ്യ. അവർ അതിഭീകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോവാണ്. ആ കുടുംബം അതിഭീകര മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവാണ്. കാരണം സ്വന്തം മകൾക്ക്, സ്വന്തം സഹോദരിക്ക്, സ്വന്തം അമ്മയ്ക്ക് വയ്യാതെ നടക്കുമ്പോൾ അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ആവശ്യമില്ലാതെ ഈ രേണു സുധി എന്നുള്ള പേരെന്തിനും ഇതിനകത്തെല്ലാം കുത്തിക്കയറ്റുന്നത്, തിരികെ നിങ്ങൾ ശരിക്കും നിങ്ങൾ അതാണോ സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ് ചെയ്ത റീസൺ? നിങ്ങൾ ഒരു വീഡിയോ പുറത്തു വിടുമ്പോൾ അതിൻ്റെ ബേസിക് ക്രെഡിബിലിറ്റി നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? എന്നെപ്പോലെ ഒരാൾക്ക് അതിൻ്റെ FIR കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ എന്താ പാട്? ആ FIR വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ആർക്കെതിരെയാണ് കേസ്, എന്തിനാണ് കേസ് എന്നുള്ളത്. ചുമ്മാ വെറുതെ രേണു സുധിയെ കുത്തിക്കയറ്റുക. എന്നിട്ട് ചീത്തപ്പേരതാ രേണു സുധിക്കെതിരെ സംസാരിച്ച യൂട്യൂബേഴ്സിന് എതിരെ സംസാരിച്ച കുറേ പേര് ഇപ്പം മാനസാന്തരപ്പെട്ട് നല്ലവരായിട്ടുണ്ട്. നല്ലവരാകുമോ ചീത്തയാകുമെന്നൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. കുറച്ച് ആൾക്കാർക്ക് രേണു സുധി ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെയായിരിക്കും സംസാരിക്കുന്നത്, ചില ആൾക്കാർക്ക് അതിന് അനുകൂലമായിട്ട് ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആരും വിമർശനത്തിനെതിരല്ല, വിമർശനത്തിന് അതീതരല്ല. പക്ഷെ അങ്ങനെ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ, സഭ്യമായ രീതിയിൽ വിമർശിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേണു സുധി ഈ പിക്ചറിലേ ഇല്ല. സോറി, എനിക്ക് മുടിഞ്ഞ പനി കേട്ടോ, അത് കാര്യമായിട്ടെടുക്കണ്ട. രേണു സുധി ഈ പിക്ചറിലേ ഇല്ല. പക്ഷേ രേണു സുധിയെ ആരൊക്കെയോ ഇൻറ്റൻഷനലി ഇതിനകത്തോട്ട് കുത്തിക്കയറ്റുകയാണ്. ഇത് അച്ഛൻ്റെ കേസാണ്. ഇതിനകത്ത് രേണുവിനെ എന്തിനാണ് ഈ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും? ബാക്കിയേക്കാം. രേണു സുധിന്റെ ബ്ലോഗിലൂടെ പങ്കുവച്ച ക്യാൻസർ ചികിത്സയുടെ മെഡിക്കൽ ബില്ലുകൾ വ്യാജമാണെന്ന് ആരോപിച്ച് സന്ദീപ് നിരവധി റിയാക്ഷൻ വീഡിയോകളാണ് പുറത്തുവിട്ടിരുന്നത്. അങ്ങനെയാണോ സന്ദീപ് ചെയ്തിരുന്ന വീഡിയോ? നിങ്ങൾ കണ്ടോ അങ്ങനൊരു വീഡിയോ? സന്ദീപ് പറഞ്ഞത് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോഴത്തേനും ഇതിന് ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം, ഇന്ന മാർഗ്ഗങ്ങളിലൂടെ അത് വില കുറച്ച് കിട്ടാൻ പറ്റും, ഇന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സഹായിക്കും, ഇന്ന വഴികളിലൂടെ നിങ്ങൾക്ക് വിലക്കുറവിൽ മരുന്ന് കിട്ടാം. ഇതൊക്കെയല്ലേ പുള്ളി അവതരിപ്പിച്ച സാധനം. ഈ മംഗലം TV നിങ്ങൾ എന്തൊക്കെ ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ബേസിക് ഒരു സാധനം നോക്കണ്ടേ? മനുഷ്യന് തെറ്റ് പറ്റൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും സെൻസേഷണലായിട്ടൊരു സാധനം നിങ്ങൾ ടച്ച് ചെയ്യുമ്പോഴത്തേനും നോക്കണ്ടേ? അപ്പം എനിക്ക് തെറ്റ് പറ്റാറുണ്ട്. ഞാൻ പല ആൾക്കാരുടെ പേര് പറയുന്നത് എനിക്ക് തെറ്റാറുണ്ട്. എൻ്റെ മൈൻഡിൽ ഒരാളുടെ പേര് നിൽക്കത്തില്ല. അതുപോലാണ് ഇത്. സംഭവമേ നിങ്ങൾ മാറ്റി പറയുകയാണ്. ബാക്കിയേക്കാം. പിന്നാലെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ രേണു സുധി തന്നെയാണ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന തരത്തിലുള്ള നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. ഒരു സംശയം കൂടെ,
കമൻറ്റ് ബോക്സിൽ നിരവധി കമൻറ്റ് വന്നു. വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ സന്ദീപ് എടപ്പാളിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ, സന്ദീപിനെതിരെ വന്നിട്ടുള്ള അത് പ്രശ്നമില്ലല്ലേ? ഇവർക്കെതിരെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, അവർക്കെതിരെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ? അത് നല്ല ഓരോ കീമോ ചികിത്സയ്ക്കും ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന മരുന്നുകൾ ആവശ്യമാണ്. അതിനുള്ള സാമ്പത്തിക സഹായം കണ്ടെത്താനാണ് താൻ യൂട്യൂബ് ചാനൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണെന്നും രേണു പറഞ്ഞു. ഓക്കെ, രേണു അത് പറഞ്ഞു. ഞാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അവർ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമുള്ളപ്പോൾ, സ്രോതസ്സുള്ളപ്പോൾ അവരുടെ ഈ കഷ്ടതയിലും അവരത് ഉപയോഗിക്കുന്നു. വളരെ നല്ല കാര്യം. അധ്വാനിച്ചവർ ആ സാധനം ചെയ്യുന്നു, നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുമായിട്ട് ഈ സന്ദീപിൻ്റെ കേസ് ഇതുമായിട്ട് എന്താ ഇപ്പോൾ ബന്ധം? രേണുവിൻ്റെ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആക്ഷൻ അല്ലല്ലോ ഈ സംഭവിച്ചത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അനീഷ് വ്ലോഗിൻ്റെ വീഡിയോയിലോട്ട് ഒരു 20 മിനിറ്റ് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 20 മിനിറ്റ് മുമ്പ് വന്ന അനീഷ് വ്ലോഗിൻ്റെ ചാനലിൽ വന്നൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇവനെ കറക്റ്റായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇവനെ നേർക്ക് ഇങ്ങനത്തെ ഒരു FIR എഴുതി ചേർക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും മനസ്സിലാക്കുക. ചുമ്മാ വന്നിരുന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ ഇതിനോടകം സൂചിപ്പിക്കുകയാണ്. ഇവൻ 13-ാം തീയതി തൊട്ട് ബിഷപ്പിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതും അത് പോലീസുകാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് സാങ്കല്പികമാണെന്ന് പറഞ്ഞ് കഥ ഇട്ടായിട്ട് പോലും ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ടും ആളുകളെ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും പോലീസ് കോടതിയിൽ ഈ രേഖകളൊക്കെ തെളിയിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചു വരിക എന്നുള്ളതാണ് സന്ദീപിന്റെ മെയിൻ കാര്യം. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇന്നത്തെ വ്യക്തമായി പറയുന്നുണ്ട് അച്ഛനെതിരെയാണ് കേസ്, പുള്ളിക്കാരനാണ് കേസ് കൊടുത്തതെന്ന് സന്ദീപ് വളരെ വ്യക്തമായിട്ട് അനീഷ് വ്ലോഗ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റേ ചാനൽ വന്നത് രേണുവിനെതിരെയാണെന്നുള്ളതാണ്. ഇനി ഞാൻ അനീഷ് വ്ലോഗിൻ്റെ ഒരു വീഡിയോ കൂടെ കാണിക്കാം. അതിനകത്തും രേണുവിൻ്റെ പേര് പുള്ളിക്കാരൻ തിരികെ കയറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഇന്ന് രാവിലെ ഇട്ട് വീഡിയോക്കകത്ത് വളരെ വ്യക്തമായി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 13-ാം തീയതി മുതൽ ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന വൈദികനെ അപമാനിച്ചു, അവഹേളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കോർ കണ്ടന്റ്. ഇതിനകത്ത് രേണു എവിടെ നിന്ന് കയറി വന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമുക്കിനി സന്ദീപ് എടപ്പാൾ പുറത്തിറങ്ങിയ ഉടനെ പുള്ളിക്കാരനൊരു ലൈവ് ഇട്ടു. ആ ലൈവിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ചില ഭാഗങ്ങളല്ല, മൊത്തം കാണിക്കാം. ാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞാണ് അപ്പക്കാട്ടണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞു. എനിക്കത് വേറെ പണിയില്ലേത് കേൾക്കാനുള്ളത്. ഞാൻ ഇത്രയും നാള് സന്ദീപിൻ്റെ വീഡിയോ കാണാറുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഞാൻ റയർ റീൽസ് കുറേ നാൾ മുമ്പേ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വന്ന് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ അനീഷ് വ്ലോഗ് ഒരു സൈഡിൽ നിന്ന് വീഡിയോ ഇടുന്നു, റയർ റീൽസ് ഒരു സൈഡിൽ നിന്ന് വീഡിയോ ഇടുന്നു. അവിടെ ഒന്നും സന്ദീപ് എടപ്പാൾ അല്ലെങ്കിൽ റയർ റീൽസ് ഒരു മാന്യതയ്ക്കപ്പുറം പോയി സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്നതെല്ലാം അങ്ങനെയുള്ള വിഷയമാണ് പറയാനുള്ളത് എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വായിക്കുന്നതിന് പുള്ളിക്കാരൻ മര്യാദയ്ക്ക് പറഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു തെറ്റ് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു സാങ്കല്പിക കഥ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച സാധനത്തിനകത്ത് ഈ പറയുന്ന വൈദികൻ്റെ വോയിസ് മെസ്സേജും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫേസിൽ കുറേ വരയും കുറിയൊക്കെ ഇട്ടിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഈ സാധനം തെറ്റാണ്. കാരണം ഡയറക്റ്റ്ലി അത് അന്ന ആളാണ് എന്നുള്ള സാധനത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതാണ് പുള്ളിക്കാരൻ ചെയ്ത തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അനീഷ് വ്ലോഗ് പറഞ്ഞത് അപ്പോൾ ഇനി കോടതിയിൽ പോയിട്ട് കോടതി അവൻ ഇൻഡാസും കൊണ്ട് വരട്ടെ എന്നുള്ള സാധനമാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരനെ വളരെ ക്ലീനായിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം കിടത്തുക എന്നൊരു പ്ലാൻ എവിടെ ഉണ്ടായിരുന്നോ, ആരുടെയൊക്കെ ചിന്തയിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും ഇന്നലെ രാത്രി മൊത്തം കിടത്തിയിട്ട് ഒന്ന് അപ്പിയിടാൻ പോലും പാവത്തിനെ സമ്മതിച്ചിട്ടില്ല. അപ്പിയിടാൻ പോലും ആ വിഷമം മുഖത്ത് കാണാനുണ്ട് സന്ദീപ് എടപ്പാളിൻ്റെ. ഇനി പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും പുള്ളി കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം. നമുക്ക് ബാക്കിയേക്കാം, സന്ദീപ് എടപ്പാൾ പറയുന്ന ബാക്കിയേക്കാം. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. സ്റ്റേഷൻ ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ തലപോകുന്ന കേസല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിനകത്ത് ബേസിക് ഒരു സാധനം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടിയിട്ടാണ് റയർ റീൽസ് ഇട്ടത്. ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ ഇയാളെക്കുറിച്ച് പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഇത് പറഞ്ഞു, ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ്, ഇദ്ദേഹത്തെ തന്നെ ഉദ്ദേശിച്ചാണ്, ഇദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് അതിനകത്ത് ഇട്ടു കൊടുത്തു. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാണ്, ഇത് കൺഫേം ചെയ്യുന്നു, ഇങ്ങനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് യാതൊരു പ്രശ്നമില്ല. അവർ സേഫ്. അവരിപ്പോൾ ഒറ്റക്കെട്ടല്ലേ, സെറ്റ്. അതെന്നാ സെറ്റപ്പ്, അതെനിക്ക് മനസ്സിലായില്ല. 2,
സന്ദീപ് അവതരിപ്പിച്ച സന്ദീപിൻ്റെ സാങ്കല്പിക കഥയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ പല കേസ് നമ്പറുകളും പല പബ്ലിക് ഡൊമൈനുകളിൽ നിന്നെടുത്ത പല സാധനങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഇദ്ദേഹത്തിനെതിരെയായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഫുൾ കോംപ്ലിക്കേറ്റഡ് ആവത്തില്ലയോ? അപ്പോൾ ശരിക്കും ഈ പറയുന്ന വൈദികനെതിരെ പുരോഹിതനെതിരെ ചില പ്രൂഫുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഏതായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന പരിപാടിയിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. സന്ദീപിൻ്റെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ മേടിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വീഡിയോ എങ്ങനെ പാവും. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടെ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്ത് വേണമെങ്കിൽ നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ അങ്ങനൊന്നുമില്ല. ബേസിക്കലി അങ്ങനൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാൾ പറയുന്നത് സത്യമാണെന്ന് ഒരു വിഭാഗത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കും, അയാൾ പറയുന്നതാണ് ശരിയെന്നൊരു വിഭാഗത്തിന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ കൂടെ നിൽക്കും. ഇതാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഒരാൾ പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേറ്റഡായി. അപ്പോൾ അയാൾ എന്ത് കാര്യം റോങ് ആയിട്ടുള്ളതാണ് പറയുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ശരി? യൂസ് യുവർ ബ്രെയിൻസ്, തലച്ചോറില്ലടാ, ഉപയോഗിച്ചിട്ട് ആരാണ് ശരിയെന്ന് തോന്നുന്നത് അവരുടെ പക്ഷത്ത് നിൽക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ചിന്താഗതിയിൽ അനീഷ് വ്ലോഗ് ആയിരിക്കും ശരി, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ചിന്താഗതിക്ക് അതായിരിക്കും ശരി. ചിലപ്പോൾ ചില ആൾക്കാരുടെ ചിന്താഗതിക്ക് ഈ പറഞ്ഞ സന്ദീപ് എടപ്പാളോ അല്ലെങ്കിൽ രേണുവിനെതിരെ സംസാരിച്ചവരായിരിക്കും ശരി. പക്ഷേ ഇപ്പോൾ ആരാണ് രേണുവിനെതിരെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ രേണുവിനെ പിടിച്ച് വഴിക്കത്തുറക്കെ പിടിച്ച് ഇപ്പോൾ ആരത് ചെയ്യുന്നേ? രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്തൊരു ടെക്നോളജി എന്ന് എനിക്ക് പിടികിട്ടിയില്ല. മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയിട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിൻഡ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ. കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യാം, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷങ്ങളോ സ്നേഹക്കുറവുകളോ ഒന്നുമില്ല, സ്നേഹം കൂടുതലും ഇല്ല. പക്ഷേ ഒരു കോൾഡ് വേറാണ് ഇവർക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അനീഷ് വ്ലോഗിൻ്റെ ചാനലിലെ ബാക്കി വീഡിയോ ഒന്നും ഉണ്ടല്ലോ, ബാക്കി കൊടുക്കണം. അവരുടെ വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സ്നേഹിക്കുന്ന, അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും അവർക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കൂ. അതവർ നല്ല രീതിയിലിരിക്കുമ്പോഴും മോശമായിട്ടിരിക്കുമ്പോഴും അവർ സമ്പന്നതയുടെ മടുത്തട്ടി ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. ഇപ്പോൾ അവരുടെ പൈസ കാണത്തില്ല. സ്വാഭാവികമായിട്ടും ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വരുമ്പോഴത്തേനും അവരുടെ കാശ് കാണത്തില്ല. കാശ് എത്ര കാശുകാരനാണെന്നുണ്ടെങ്കിലും ഒന്ന് ടൈറ്റാവും, ഒന്ന് പിടിക്കും. പൈസ അയച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. അവരെ സഹായിക്കാൻ മനസ്സുള്ളവർ തീർച്ചയായിട്ടും സഹായിക്കുക. പക്ഷേ അതിന് ഈ സമയത്ത് എന്താ പ്രസക്തി? ഈ പുരോഹിതം കൊടുത്ത സന്ദീപ് എടപ്പാളിൻ്റെ കേസിനകത്ത് എങ്ങനെയാണ് ഇവർ കയറി വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അനീഷ് ബ്രോ, നിങ്ങൾക്ക് ശരിക്കും എന്ത് ശരിക്കും സംഭവിച്ചെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ശരിക്കും അനീഷ് ബ്രോയുടെ പ്രശ്നം? പരസ്പരം ബന്ധമില്ലാത്ത സാധനങ്ങൾ പറയുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളികൾ, ഒരാളെ ഞാൻ സിമ്പിളൊരു സാധനം ചോദിച്ചോട്ടെ. രേണുവിനെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് കിച്ചുവിനെ ഉപദ്രവിക്കുന്നു? കിച്ചു നല്ലവനാണോ? അയ്യോ കിച്ചു പുണ്യാത്മാവാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അവനും പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അവൻ നല്ലതായിരിക്കും.
അന്നേരം നിങ്ങളുടെ ഈ എത്തിക്സും ലോജിക്കും ഒന്നും ഇല്ലേ? രേണുവിനെ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ, പാവം ക്യാൻസർ ഒക്കെ വന്നിരിക്കുക. കിച്ചു ഉണ്ടല്ലോ, അവൻ സുധീനെ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് സാധനം. അപ്പോൾ അതിന് നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ? കിച്ചു സുധീനെ അടിച്ചു എന്നുള്ള കാര്യത്തിൽ അത് ഉള്ളയാണോ ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവർക്കെതിരെ ഒന്നും അയ്യോ അവൻ അഴുക്ക ചെറകനിവൻ അതെന്നാ സാധനം അത്? ആണ് ഇവരുടെ ക്യാൻസർ രോഗം ഫേക്ക് ആണെന്നും ഇവരുടെ ബില്ലുകൾ മൊത്തം ഫേക്ക് ആണെന്നും അത് AI ആണെന്നും അങ്ങനെ തുടങ്ങി അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ നിർത്തലാക്കുകയും അവർക്ക് കിട്ടേണ്ട പ്രാർത്ഥനകൾ നിർത്തലാക്കാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുക തന്നെ വേണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ നടന്നത്. ഇപ്പൊ സന്ദീപിനെതിരെ ഏതിന്റെ ഭാഗമായിട്ട്? രേണുവിന് പൈസ കിട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട്, രേണുവിന് കിട്ടുന്ന പ്രാർത്ഥനകൾ അതല്ലല്ലോ കേസ് വേറെ ഇല്ലേ? ബിഷപ്പിനെ അവഹേളിച്ചു എന്നുള്ളതല്ലേ കേസ്? ഇത് എന്തിനീ ആവശ്യമില്ലാതെ ഇത് രേണു എന്ന ബ്രാൻഡിൻ്റെ തലക്കൊണ്ട് നിങ്ങളെല്ലാം വെക്കുന്നത് എന്തിനാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരു കാര്യമില്ല, രേണു ഈ പിക്ചറിലേ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നം നടക്കുകയാണ്, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം നടക്കുകയാണ്. പക്ഷേ ചുമ്മാ ഒരുത്തം വന്ന് ഇടയ്ക്കേറി ഞാനും ഉണ്ട് പ്രശ്നത്തിൽ, ഞാനാണ് ഈ പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്ന സാധനം. എയും ബിയും തമ്മിൽ വഴക്ക് കൂടുന്നു, പക്ഷേ സി ആട്ടോ വഴക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എന്തിനാ? നിങ്ങൾ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇല്ലാത്ത സാധനം വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് കുത്തിക്കയറ്റാതെ. ഈ അനീഷ് വ്ളോഗ് ഭയങ്കര റെസ്പെക്റ്റുള്ള ചാനലുകളാണ്. ഇത്രയും വലിയ ചാനൽ, ഇത്രയും നല്ല രീതിക്ക് പറയുന്ന ചാനലുകൾ ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ പറയുമ്പോഴത്തേനും സത്യമായിട്ട് സങ്കടമുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. കേസുകൾ കൊടുത്തിരിക്കുന്നത് ബിഷപ്പും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബവുമാണ്, രേണുവിന്റെ കുടുംബവുമാണ്. അല്ലല്ലോ, ബിഷപ്പും രേണുവിൻ്റെ കുടുംബം അല്ലല്ലോ. FIR-നകത്ത് ബിഷപ്പിൻ്റെ മാത്രം കേസല്ലേ? ആ കേസ് ബിഷപ്പ് മാത്രം കൊടുത്ത കേസല്ലേ? ഇവിടെ FIR ഉണ്ടായിരുന്നോ? ആ FIR-നകത്ത് വ്യക്തമായിട്ടുണ്ടല്ലോ ബിഷപ്പിൻ്റെ പേരിലുള്ള കേസാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നിരവധി ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തു, അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ ഈ പറയുന്ന സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത്, അതായത് അവിടെ പോയി മലപ്പുറത്ത് പോയി അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഈ സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 പേരാണ് പോയത്. അവർ പോയി SI അടക്കം പോയി ഈ പറയുന്ന സന്ദീപിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവരുടെ 2 ഫോണും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും ഒക്കെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിഞ്ഞ ഒരു കാര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സന്ദീപിന്റെ ഫോണിലുള്ള ഡീറ്റെയിലും ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളും, ആരൊക്കെയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള എല്ലാ റൈറ്റ്, ആരൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ സാധനം പൊക്കണം. ആരൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവരെയൊക്കെ തൂക്കണം. അവരെയൊക്കെ തൂക്കിയിട്ട് ഈ ഇൻഫർമേഷൻ അവർക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് തൂക്കണം. ഇത് സന്ദീപിൻ്റെ ഒരു സാങ്കല്പിക കഥ മാത്രമാണോ, അതോ ഇങ്ങനത്തെ ഇതിലെ കഥയും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോട്ടോ മരിച്ചവരോട്ടോ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ദീപ് പറയുന്ന കഥ ഒറിജിനലാണോ അതോ ഫേക്കാണോ? ഇതൊക്കെ അന്വേഷണം വരണം, നല്ലത് കറക്റ്റ് ആവത്തുള്ളൂ അല്ലേ? ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചേ, ഈ സന്ദീപ് ഇപ്പോൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പലപ്പോഴായി മാറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ ബിഷപ്പിനെ മറ്റൊരു പേരിൽ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം അവരെല്ലാം ഒറ്റക്കെട്ട. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ? അപ്പോൾ ഈ സന്ദീപ് ചെയ്ത വീഡിയോ അത്രയും പൊളിഞ്ഞ കാരണം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും സന്ദീപ് തിരിച്ചു വരട്ടെ. തിരിച്ചു വരുമ്പോഴത്തേനും ഈ സാധനങ്ങളൊക്കെ സംസാരിക്കട്ടെ. ഒരു പുരോഹിതനെ വ്യക്തമായ തെളിവുകളില്ലാതെ ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബിഷപ്പിൻ്റെ കൂടെ വയ്ക്കും. അതായത് സന്ദീപ് പറഞ്ഞ കഥകൾ തെറ്റാണെന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഷപ്പിൻ്റെ പക്ഷത്തേക്കും, സന്ദീപ് പറഞ്ഞ കഥകൾ ശരിയാണെന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഷപ്പിനെതിരെ നമ്മൾ സംസാരിക്കും. എനിക്കറിയില്ല, ഞാൻ ഈ തെളിവുകളൊന്നും കണ്ടിട്ടില്ല, എനിക്ക് ഈ സാധനങ്ങളൊന്നും അറിയില്ല, എനിക്ക് സന്ദീപ് ഇടപാടിന് അറിയില്ല, എനിക്ക് ആരും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ കഥകൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ കേസായല്ലോ, കാര്യങ്ങൾ വരട്ടെ, ഡീറ്റെയിൽസ് വരട്ടെ. പക്ഷെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ പുറത്തു വിടുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വിടാൻ ശ്രമിക്കുക. ഇന്നലെ സന്ദീപ് ഇടപ്പാൾ അറസ്റ്റായി 48 മിനിറ്റിന് മുമ്പ് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടു. ആ 48 മിനിറ്റിൽ നിന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും 30 മിനിറ്റ് മുമ്പ് മറ്റൊരാളുടെ വീഡിയോ കണ്ടു, 38 മിനിറ്റ് മുമ്പ് മറ്റൊരാളുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഓൾറെഡി അറിഞ്ഞ് ഷെയർ ചെയ്ത സാധനങ്ങളാണ്. സത്യസന്ധമായ ശരിയായ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഇത്രയും വലിയൊരു ചാനലൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുമ്പോഴത്തേനും മോശമാട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു വരെ.